അർജുനന്റെ യുദ്ധം അതുകൊണ്ട് യജ്ഞമായി മാറി. തനിക്ക് പുണ്യമോ പാവമോ ഒന്നും ചിന്തയില്ല, ധർമ്മം ചെയ്യണം. അധർമ്മത്തെ ചുണ്ടുന്ന ധർമ്മമാണ് എന്നുള്ളൊരു ഭാവത്തിൽ. അതുകൊണ്ട് അർജുനന്റെ യുദ്ധം യജ്ഞമായി മാറി, ദക്ഷൻ്റെ യജ്ഞം യുദ്ധമായി മാറി. കാരണം അവിടെ ഞാൻ ചെയ്യുന്നുള്ള ഭാവം. ദക്ഷൻ എല്ലാം ഞാൻ ചെയ്യുന്നു, എനിക്ക് ഈശ്വരനെ വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കൊടുക്കണ പണമുണ്ട്, ആൾശേഷിയുണ്ട്, ആയുധങ്ങളുണ്ട്, പിന്നെ ഈശ്വരൻ എന്തിനാ എനിക്കെന്നുള്ള രീതിയിൽ യജ്ഞം ചെയ്തു. പക്ഷെ അത് യുദ്ധമായി കലാശിച്ചു. അർജുൻ്റെ യുദ്ധം യജ്ഞമായി. ഇന്നും നമ്മൾ അത് യജ്ഞമായി തന്നെ സ്വീകരിക്കുന്നു. കാരണം ധർമ്മത്തെ നിലനിർത്തണം. ധർമ്മം ഒരു യജ്ഞമാണല്ലോ. കർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യും. നമ്മളെയും കൂടി അതിൽ സമർപ്പിക്കുന്നൊരു ഭാവം വരും. കർണന് അർജുനേക്കാളും ഇരട്ടി ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അർജുനനും കർണനും കൂടെ യുദ്ധം ചെയ്ത സമയത്ത് അർജുനൻ അയച്ചത് കൃഷ്ണനാണ്, കർണൻ അയച്ചത് ശല്യരാണ്. അപ്പോൾ കർണനൊരു ചിന്തയുണ്ട്, ശല്യർക്ക് കർണനോട് കൂടെ അലുകൊണ്ടെന്നൊരു ചിന്തയുണ്ട്. പിന്നെ കർണന് ഇരട്ടി ശക്തിയുണ്ട്, തനിക്ക് വല്ല അറിയാവുന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. കർണൻ അമ്പെടുത്ത് അർജുനൻ്റെ നേരെ വിടാൻ തൊടുത്തു. പക്ഷെ കഴുത്തിന് നേരെയാണ് തൊടുത്തത്. അപ്പോൾ ശല്യര് പറഞ്ഞ് ഈ അമ്പ് തൊടുത്താൽ അവിടെ തന്നെ എത്തണമെന്നില്ല, കഴുത്ത് തന്നെ എത്തണമെന്നില്ല. അതുകൊണ്ട് വീണ്ടും തിരിച്ചെടുത്തിട്ട് ഉന്നം കുറച്ചുകൂടി താത്ത് വിടാൻ പറഞ്ഞു. ഞാൻ എടുത്തമ്പ് തൊടുത്തെന്ന് വിടുക തന്നെ ചെയ്യും, ഞാൻ തിരിച്ചെടുക്കാൻ പോകുന്നില്ല പറഞ്ഞു. ആ അമ്പ് കഴുത്ത് നേരെയാണ് വന്നത്. കൃഷ്ണൻ തേരി ചവിട്ടി താത്തപ്പോൾ കഴുത്ത് നേരെ വന്ന അമ്പ് കിരീടത്തട്ടിപ്പോയി. അതേ കണക്കിന് ശല്യര് പറഞ്ഞ രീതി കാരണം കേട്ടെങ്കിൽ, ഹൃദയത്തിൽ ഉന്നം വെച്ച് വിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴുത്തിൽ തട്ടി കഴുത്ത് മുറിക്കാം. ശല്യര് പറഞ്ഞ കാരണം കേട്ടില്ല. തേര് താത്താൽ ഇത്രയും താഴത്തുള്ളൂ. ശല്യര് പറഞ്ഞു കൊടുത്ത് ശരിക്കാണ്, യുദ്ധമുറനെ പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെ ഇടുന്നത് നേരെ മറിഞ്ഞും പോവാം. പക്ഷേ പറഞ്ഞനുസരിച്ചില്ല. അർജുന ഗുരുവിനോട് സമർപ്പണം വന്നു, ശരണാഗതിയോട് നിന്നതുകൊണ്ട് ആ വന്നമ്പ് കിരീടത്തട്ടി തെറിച്ചു പോയത്. കണ്ണിൽ കൊള്ളാനുള്ള കുരു തട്ടിപ്പോയെന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്ന പോലെ. ഇപ്പം ശരണാഗതി ഉണ്ടെങ്കിൽ വരുന്ന ആപത്ത് അങ്ങനെ വലുത് ചെറുതാക്കി മാറ്റും ആ ശരണാഗതി. അപ്പം ശരണാഗതിയുടെ തത്വമാണ്. ആ ശരണാഗതി ഉള്ളവന് വിജയം തീർച്ചയായിട്ടും എൻ്റെ മുന്നിലെത്തും. സമർപ്പണമുണ്ടായി. നമുക്ക് തന്നെ അറിയാം നമ്മുടെ മഠത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇവിടത്തേക്കൊന്നും ചോദിച്ച് പിരിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച് മേടിക്കരുത്. സമർപ്പണം ഉണ്ടെങ്കിൽ എത്തേണ്ടത് എത്തും. പക്ഷെ നമ്മൾ പ്രയത്നിക്കണം, നമ്മൾ അധ്വാനിക്കണം. അതേപ്പം പേരിൽ മടിയന്മാരായി ഇരിക്കാൻ പാടില്ല. സാധനയും ചെയ്യണം, പ്രയത്നിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കൃപ അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആ ത്യാഗം വിടാൻ പാടില്ല, ധർമ്മത്തിന് വിടാൻ പാടില്ല. അതാണ്. അപ്പോൾ ആ സമർപ്പിക്കുന്നതിൽ എത്തുമെന്നുള്ള വിജയമാണ് കാണിച്ചത്. അപ്പോൾ ശരണാഗതി അതാണ് കൃപയ്ക്ക് പാത്രമാകുന്നത്. അപ്പം ആ ജ്ഞാനം ഗ്രഹിച്ച് ജീവിതം ഒരു പൂജയായി തീരട്ടെ. കിട്ടുന്നത് പ്രസാദവത്തിയെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. പ്രസാദത്തിൽ ഉറുമ്പിടന്നാലും നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഇത് കഴിക്കും, ഇത്തറിയില്ല. ചിലപ്പോൾ കുറച്ച് കിട്ടിയാലും അത് നമ്മൾ തൃപ്തി അടയുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും തൃപ്തിയുണ്ട്, അതൊരു തൃപ്തി എന്ന് പറയും. പക്ഷേ അത് നിറച്ച് കഴിക്കുമ്പോഴാണ് തൃപ്തി എന്ന് പറയുന്നത്. പ്രസാദത്തിലൊരു തൃപ്തിയുണ്ട്. അതുപോലെ എല്ലാം നിറച്ച് തന്നെ കിട്ടണമെന്നല്ല, കിട്ടുന്ന സ്വീകരിക്കുക. നമ്മുടെ മനസ്സ് പൂജാമനോഭത്തോടെ സമർപ്പിക്കുകയും കിട്ടുന്ന പൂജാമനത്തെ സ്വീകരിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകും. അതിനാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എന്തായാലും കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകാം, ആഗ്രഹങ്ങൾ കൊണ്ട് ഫലം കൊണ്ടും. സ്വീകരിക്കൽ മനോഹം കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായി പോകാൻ സാധിക്കുകയുള്ളൂ. ഈ നിമിഷം മാത്രമുള്ളത്, അടുത്ത ശ്വാസം നമ്മുടെ കയ്യിലല്ല. നമ്മൾ എപ്പോഴും പറയും, ആ നിമിഷത്തിൽ മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷം ഒരു തീരുമാനം. എന്തും വരട്ടെ സന്തോഷമായിരിക്കും. ചിരിച്ചാലും കരാലും സമയം പോകും. ചിരിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക, സന്തോഷിച്ചു പോകാൻ ശ്രമിക്കുക.
നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കുക, നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക, കാരുണ്യത്തോട് നോക്കാൻ ശ്രമിക്കുക, കഴിവുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. അതിനുള്ള ശക്തി തരണേന്ന് പരമാത്മാവോട് പ്രാർത്ഥിക്കുക.